ഏഴാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ഭരണഘടന വഴിയും വഴികാട്ടിയും പാഠഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഭരണഘടന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. എന്നായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത്? 1857. സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് സമരത്തിൽ പങ്കാളികളായത്. ആരൊക്കെയാണ് സമരത്തിലുണ്ടായിരുന്നത്? സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങിയ വിഭാഗങ്ങളായിരുന്നു സമരത്തിലുണ്ടായിരുന്നത്. ഇത് ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിന് ഇടയാക്കി. ദേശീയബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ എന്നിവ ചില ഉദാഹരണങ്ങളാണ്. ഏതൊക്കെയായിരുന്നു പ്രാദേശിക സംഘടനകൾ? 3 പ്രാദേശിക സംഘടനകളുണ്ടായിരുന്നു. ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ എന്നിവ ഉദാഹരണങ്ങളാണ്. പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായ ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നു. 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ്. എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്? 1885. അതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത മാനം കൈവന്നു. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതി മത പ്രാദേശിക ചിന്തകൾക്കതീതമായി ജനങ്ങളിൽ ദേശീയബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഏതൊക്കെയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങൾ? ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതി മത പ്രാദേശിക ചിന്തകൾക്കതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ലക്ഷ്യങ്ങൾ. ഇന്ത്യൻ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ആദ്യത്തെ ബഹുജന സമരമായിരുന്നു. ആരൊക്കെയാണ് പങ്കെടുത്തത്? സൈനികർ, ഗോത്രവർഗക്കാർ, കർഷകർ, രാജാക്കന്മാർ തുടങ്ങി നിരവധി വിഭാഗങ്ങൾ പങ്കെടുത്തു. മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയബോധം വളരുന്നതിന് കാരണമായി. പ്രാദേശിക സംഘടനകളുടെ പ്രവർത്തനം ശക്തിപ്പെട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം. എന്തൊക്കെ ആശയങ്ങളായിരുന്നു ഉയർന്നു വന്നിരുന്നത്? ദേശീയ തലത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംഘടനയായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾക്ക് സംഘടിതമാനം കൈവന്നു. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർന്നു. ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിൽ വന്നിട്ടുള്ള ആശയങ്ങളാണ്. വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. എന്താണ് ലക്ഷ്യം? വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക. മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. സമരത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മിതതീവ്ര ദേശീയവാദം ഉൾപ്പെടെ നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ടു പോയിരുന്നത്. ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത്. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. ദേശീയ പ്രസ്ഥാനം മുന്നോട്ടുവച്ച സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ
അടിത്തറയാകേണ്ടതെന്ന് നേതാക്കൾ ആഗ്രഹിച്ചു. ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത്. താഴെ ചിത്രം നിരീക്ഷിച്ച് നിങ്ങളുടെ നിഗമനങ്ങൾ രേഖപ്പെടുത്തൂ. വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം. പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം. എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം. സാമൂഹ്യ നീതി ഉറപ്പുവരുത്തണം. ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം. ഇതൊക്കെയാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം, പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം, സാമൂഹ്യ നീതി ഉറപ്പുവരുത്തണം, ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം. അടുത്തത് ഭരണഘടനയുടെ മുൻഗാമി. 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. പക്ഷേ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. അപ്പോൾ സ്വാതന്ത്ര്യം നേടി 2.5 വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനയും നിയമവും? നമുക്ക് എല്ലാവർക്കും ഉള്ള സംശയമാണ് അല്ലേ? അത് നമുക്ക് ഇപ്പോൾ തീർത്തു തരാം. ബ്രിട്ടീഷുകാർ 1935 പാസാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. അപ്പോൾ നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത് വരെ ബ്രിട്ടീഷുകാർ തയ്യാറാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് നമ്മൾ അതുവരെ പിന്തുടർന്നിരുന്നത് കേട്ടോ. അതിനുശേഷം 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നുള്ളൂ. ഇതായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. 1935 ആക്റ്റാണിത്, ഭരണഘടന കേട്ടോ. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ, കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ, 321 വിഭാഗങ്ങളും 10 പട്ടികകളും. ഇതായിരുന്നു 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഭരണഘടന. അന്നത്തെ നമ്മൾ ആദ്യം പിന്തുടർന്ന ഭരണഘടനയാണ് ബ്രിട്ടീഷുകാരുടെ.